പാലക്കാട് MLA ഓഫീസിന് മുന്നിൽ പിക്കറ്റ് ചെയ്ത BJP പ്രവർത്തകരെ പോലീസ് സമ്മർദ്ദപ്പെടുത്തി മാറ്റുന്നുവെന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസുകാരെ കുറച്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് അവിടെ നിന്ന് മാറ്റുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, അവിടെ എന്താ നടക്കുന്നത് ഇപ്പോൾ? SKN അല്പസമയം മുൻപാണ് പ്രവർത്തകർ വീണ്ടും പ്രകോപിതരായത്. അവർ MLA ഓഫീസിന് മുൻപിൽ ചില ബോർഡുകൾ സ്ഥാപിച്ചു. അതിനുശേഷം അകത്തേക്ക് തള്ളിക്കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. BJP പ്രവർത്തകരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ KB ശശികുമാർ അടക്കമുള്ള നേതാക്കളെയൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. നിങ്ങൾ സമരം തുടരുമെന്ന് തന്നെയല്ലേ? ഞങ്ങളെ സമരം തികച്ചും സമാധാനപരമായിട്ടുള്ള സമരമാണ്. നിങ്ങൾ സമരം തുടരുമെന്ന്? ഞങ്ങള് ഒരു മാസക്കാലമായി തുടരുന്ന സമരമാണ്. ഇന്ന് പ്രത്യേകിച്ച് കാലത്ത് തുടങ്ങിയതല്ല. ഈ MLA പാലക്കാട് കാലുകുത്തുകയാണെങ്കിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി തടയുകയാണ്. അതാണ് പറയുന്നത്. നേതാക്കളുടെ നിലപാട് തന്നെയാണ്. ഇതപ്പോൾ പോലീസ് ബസ് നേരെ മുകളിലുണ്ട്, ഈ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്ത് പോലീസ് ബസ്സിൽ പ്രവർത്തകരെ തള്ളിക്കയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസ് കൂടുതൽ സൗത്ത് സിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം പ്രവർത്തകർ ഈ പറയുന്നത് പോലെ MLA ഓഫീസിന്റെ ഫ്രണ്ടിലേക്ക് ഇതാ വീണ്ടും BJP പ്രവർത്തകരെ സൗത്ത് സിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഉണ്ട്. BJPയുടെ കൗൺസിലർ മിനി കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ ആ മേഖലയിൽ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്നാലും വലിയ പ്രതിഷേധം ഈ മേഖലയിൽ തുടരുകയാണ്. അവരിപ്പോഴും BJPയുടെ കൗൺസിലർ ആയുള്ള മിനി കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്ന കാഴ്ചയാണ്. വലിയ പ്രതിഷേധം എല്ലാ മേഖലയിലും കാണുന്നുണ്ട്. BJPയുടെ നേതാക്കൾ വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. തീർച്ചയായും വലിയ പ്രതിഷേധം തുടരുകയല്ലേ? അതെ, തീർച്ചയായിട്ടും പാലക്കാടിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധം തുടരും, ഒരു സംശയമില്ല കാര്യത്തിൽ. അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. MLA പക്ഷേ ഇവിടെ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നത് എന്തിനാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത്. MLA തന്നെയാണല്ലോ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് വരുന്നത്. അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഇന്ന് പാലക്കാട് 30 ദിവസത്തിന് ശേഷം പാലക്കാടത്തെ ജനങ്ങൾ യാതൊരു വിലക്കുമില്ല എന്ന് VK ശ്രീകണ്ഠൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. VK ശ്രീകണ്ഠന്റെ പാർട്ടി തന്നെയാണല്ലോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അപ്പൊ അത് എന്ത് അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത്? അപ്പൊ ആ പാർട്ടി തന്നെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. ആ പാർട്ടി തന്നെയാണ് ജനങ്ങളോട് മറുപടി പറയേണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആ VK ശ്രീകണ്ഠൻ പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങളെടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെ അണുവിട വ്യതിചലിക്കാൻ ഞങ്ങൾ പ്ലക്കാർഡൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പോകണം. ആ പ്ലക്കാർഡൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, സന്തോഷമല്ലേ കാര്യത്തിൽ? തീർച്ചയായും പ്ലക്കാർഡുകൾ നമുക്ക് പ്രേക്ഷകരുടെ മുൻപിൽ കാണിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആ പ്ലക്കാർഡുകളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പോലീസിന്റെ ഒരു അറസ്റ്റ് ഇതിലേക്ക് തള്ളിക്കയറാൻ നോക്കിയ സമയത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അറസ്റ്റ് നടന്നിരുന്നു. എന്തായാലും ഭ്രൂണഹത്യ നടത്തിയ MLA രാജിവെക്കുക, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA സ്ഥാനം രാജിവെക്കുക എന്ന തരത്തിലുള്ള കൃത്യമായ രീതിയിലുള്ള പ്ലക്കാർഡുകൾ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളോട് നടത്തി എന്ന് പറയപ്പെടുന്ന ചാറ്റുകൾ പൂർണ്ണമായി സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഒരു കാർഡാക്കിക്കൊണ്ട് MLAയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. അത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് നടന്നു. ഇനി MLA ഇവിടേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധം ഇത്തരത്തിൽ തന്നെ ആയിരിക്കുമെന്ന സൂചനയാണ് BJP പ്രവർത്തകർ നൽകുന്നത്. എന്തായാലും BJP പ്രവർത്തകരെ ഇപ്പോൾ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഒരു വിഭാഗം പ്രവർത്തകർ മാറി നിൽക്കുന്നുണ്ട്. ഇനിയും പ്രതിഷേധം, രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലെത്താനുള്ള സാധ്യത നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനിയും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.